സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ചെയിൻസ് ആണ്. അതായത് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ചെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാ ചെയിൻസിൽ ഓരോ കണ്ണികൾ എന്ന് പറയില്ലേ, ആ കണ്ണികളാണ് നമ്മുടെ സ്റ്റേറ്റുകൾ. ആ സ്റ്റേറ്റുകളെല്ലാം കൂടിയിട്ടുള്ളൊരു സാധനമാണ് ചെയിൻ എന്ന് പറയുന്നത്. ആ ചെയിനിനെ നമ്മൾ പലതരത്തിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തതെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റത്തെ ചെയിൻ എന്ന് പറയുന്നത് റെഗുലർ മാർക്കോവ് ചെയിനാണ്. അതായത് റെഗുലർ മാർക്കോവ് ചെയിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ട്രാൻസിഷൻ മെട്രിക്സ് പി കൺസിഡർ ചെയ്യുകയാണ്. ആ പി മെട്രിക്സിൽ നമ്മുടെ പി ഓഫ് എൻ എന്ന് പറയുന്നത് പി ഐ ജെ എൻ ആയിരിക്കണം. വേർ പി ഐ ജെ എൻ എന്ന് പറയുന്നത് 0 അല്ലാത്ത വാല്യൂസ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ സ്റ്റേറ്റുകളും, ആ ചെയിനിലുള്ള എല്ലാ സ്റ്റേറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടെ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാർക്കോവ് ചെയിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിലാണ് അത് ഇർറെഗുലർ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ് പി ഓഫ് എൻ എന്ന് പറയുന്നത് പി ഐ ജെ ഓഫ് എൻ ആയിരിക്കണം. ഈ പി ഐ ജെ ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആവാൻ പാടില്ല, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് റെഗുലർ മാർക്കോവ് ചെയിനിൽ പറയുന്ന കാര്യം. രണ്ടാമത്തെ മാർക്കോവ് ചെയിനാണ് റെഡ്യൂസിബിൾ മാർക്കോവ് ചെയിൻ അല്ലെങ്കിൽ ഡീകമ്പോസിബിൾ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കോവ് ചെയിനുകളെയാണ് നമ്മൾ റെഡ്യൂസിബിൾ ഓർ ഡീകമ്പോസിബിൾ മാർക്കോവ് ചെയിൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഈ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേറ്റുകളുടെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റുകളുടെ സെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ സെറ്റുകളെ അല്ലെങ്കിൽ അതിലെ സ്റ്റേറ്റ്സുകളെ സെറ്റ് അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ, റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതേപോലത്തെ മാർക്കോവ് ചെയിൻ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിബിൾ ഓർ ഡീകമ്പോസിബിൾ മാർക്കോവ് ചെയിൻ. ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സെറ്റ്. ക്ലോസ്ഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയാം. ഈ ക്ലോസ്ഡ് സെറ്റുകളുടെ എല്ലാം യൂണിയൻ ആയിരിക്കും നമ്മുടെ ഹോൾ സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ഹോൾ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. അതാണ് റെഡ്യൂസിബിൾ അല്ലെങ്കിൽ ഡീകമ്പോസിബിൾ മാർക്കോവ് ചെയിൻ. മൂന്നാമത്തെ ചെയിനാണ് ഇർറെഡ്യൂസിബിൾ മാർക്കോവ് ചെയിൻ. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത മാർക്കോവ് ചെയിൻ. അതായത് അതിൽ ഓരോ സ്റ്റേറ്റുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. അതിനെ നമുക്ക് 2ആയിട്ടോ 3ആയിട്ടോ ഒന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ചെയിനാണ് ഇർറെഡ്യൂസിബിൾ മാർക്കോവ് ചെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോസ്ഡ് സെറ്റിനെ കുറിച്ച് നമുക്ക് പറയാമെന്ന്. ആ ക്ലോസ്ഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്സ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഐ ജെ കെ എൽ എം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടമാണോ നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ആ സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ പുറത്തുനിന്നുള്ള ഏതൊരു സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സ്റ്റേറ്റിന് ഈ ഉള്ളിലത്തെ ഈ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ റേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ക്ലോസ്ഡ് സെറ്റിൻ്റെ ഉള്ളിലുള്ള സെറ്റുകൾക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കണ്ടീഷനെയാണ് നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ക്ലോസ്ഡ് സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റുകളുടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിൻ്റെ സം, അതായത് സം അണ്ടർ ജെ ബിലോങ്സ് ടു സീറ്റ എന്ന് പറയുന്നത് സീറ്റ പി ഐ ജെ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതാണ് നമ്മുടെ ക്ലോസ് സെറ്റിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു സെറ്റ് ക്ലോസ്ഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നോട്ട് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി ഐ ജെ എന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കും.
ഇതാണ് ക്ലോസ് സെറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യം. ഇനി നമ്മുടെ നാലാമത്തെ ചെയിനാണ് അബ്സോർബിംഗ് മാർക്കോവ് ചെയിൻ. ഈസിയാണ് അബ്സോർബിംഗ് മാർക്കോവ് ചെയിൻ. അതായത് നമ്മുടെ ചെയിനിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റെങ്കിലും അബ്സോർബിംഗ് സ്റ്റേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടോട്ടൽ മാർക്കോവ് ചെയിൻ വിളിക്കുന്ന പേരാണ് അബ്സോർബിംഗ് മാർക്കോവ് ചെയിൻ. പിന്നെ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു നോൺ അബ്സോർബിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് അബ്സോർബിംഗ് സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റും. പക്ഷെ അതൊരു സിംഗിൾ സ്റ്റെപ്പിൽ വേണമെന്നില്ല, അതായത് സിംഗിൾ ട്രാൻസിഷനിൽ വേണമെന്നില്ല. പല പല ട്രാൻസിഷൻസിന് ശേഷം നമുക്കത് അബ്സോർബിംഗ് സ്റ്റേറ്റിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ചെയിൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ മാർക്കോവ് ചെയിനാണ്. അതായത് നമ്മൾ നമ്മുടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആയിട്ടുള്ള പിയും ഇൻവേഴ്സ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആയിട്ടുള്ള ക്യൂവും കൺസിഡർ ചെയ്യാണ്. വെർ പി ഈസ് ഈക്വൽ ടു മെട്രിക്സ് പി ഐ ജെ ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ക്യൂ ഐ ജെ. വെർ പി ഐ ജെയും ക്യൂ ഐ ജെയും നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പി ഐ ജെയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പി ഐ ജെയിൽ നമുക്ക് n ഗിവൺ ആയിട്ട് നമ്മൾ n+1 പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ക്യൂ ഐ ജെയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ n+1 ഗിവൺ ആയിട്ട് നമ്മൾ n പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? പി ഐ ജെയിൽ n ഗിവൺ ആയിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ക്യൂ ഐ ജെയിൽ n+1 മുന്നത്തെ പ്രോബബിലിറ്റി ഗിവൺ ആണ്. ദെൻ നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെയുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. സോ ഈ പി ഐ ജെയും ക്യൂ ഐ ജെയും ഈക്വലായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ റിവേഴ്സിബിൾ മാർക്കോവ് ചെയിൻ എന്ന് വിളിക്കുന്നത്. അതല്ല പി ഐ ജെയും ക്യൂ ഐ ജെയും ഡിഫറെൻ്റ് ആണ്, നോട്ട് ഈക്വൽ ടു ആണോ എന്നുണ്ടെങ്കിൽ അത് ഇർറിവേഴ്സിബിൾ ചെയിനായിട്ട് മാറും. ഇനി ആറാമത്തെ മാർക്കോവ് ചെയിനാണ് എർഗോഡിക് മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മാർക്കോവ് ചെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ സ്റ്റേറ്റ്സും എർഗോഡിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ മാർക്കോവ് ചെയിനെ എർഗോഡിക് ചെയിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് എർഗോഡിക് ചെയിൻ. ഇനി നമ്മുടെ ഏഴാമത്തെ ചെയിനാണ് പീരിയോഡിക് മാർക്കോവ് ചെയിൻ. അതായത് നമ്മളൊരു ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് പി കൺസിഡർ ചെയ്യുവാണ്. അതിനൊരു പീരിയഡ് ഉണ്ട്, അതിൻ്റെ പീരിയഡാണ് ഡി. അതിനെ ആ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കോവ് ചെയിനെ നമ്മൾ പീരിയോഡിക് മാർക്കോവ് ചെയിൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻറ്റീജർ എം ഉണ്ടായിരിക്കണം. ആ എം എന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി ആയിരിക്കണം. നമ്മുടെ പീരിയഡ് ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം എം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി റേസ് ടു കെ പ്ലസ് എം ഇസ് ഈക്വൽ ടു പി റേസ് ടു കെ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ പീരിയോഡിക് മാർക്കോവ് ചെയിൻ എന്ന് വിളിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് പീരിയോഡിക് മാർക്കോവ് ചെയിൻ ആയിരിക്കും. എട്ടാമത്തെ മാർക്കോവ് ചെയിനാണ് ഡബ്ലി സ്റ്റൊക്കാസ്റ്റിക് മാർക്കോവ് ചെയിൻ. അതായത് ഒരു മാർക്കോവ് ചെയിനെ ഡബ്ലി സ്റ്റൊക്കാസ്റ്റിക് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആയിട്ടുള്ള പിയും ഡബ്ലി സ്റ്റൊക്കാസ്റ്റിക് ആയിരിക്കണം. അതായത് പിയിലുള്ള എല്ലാ എലമെൻസും പോസിറ്റീവായിരിക്കണം. കൂടാതെ എല്ലാ റോകളുടെയും എല്ലാ കോളത്തിൻ്റെയും സമ്മും 1 ആയിട്ട് വരണം. അപ്പോഴാണ് ഒരു മെട്രിക്സ് ഡബ്ലി സ്റ്റൊക്കാസ്റ്റിക് ആവുന്നത്. ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഡബ്ലി സ്റ്റൊക്കാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കോവ് ചെയിനും ഡബ്ലി സ്റ്റൊക്കാസ്റ്റിക് ആയിരിക്കും. ഇനി ഒമ്പതാമത്തെ നമ്മുടെ ഫൈനൽ മാർക്കോവ് ചെയിനാണ് ഫൈനൈറ്റ് മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു മാർക്കോവ് ചെയിനിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. അതല്ല അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇൻഫിനിറ്റ് മാർക്കോവ് ചെയിൻ എന്ന് വിളിക്കുന്നു. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ചെയിൻ അല്ല, ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ.